യമനിലെ ഇരുമ്പഴിക്കുള്ളിൽ ജീവനും മരണത്തിനുമിടയിൽ നിമിഷപ്രിയയുടെ പോരാട്ടം. കുറ്റം തെളിഞ്ഞതോടെ 2018 യമൻ കോടതി നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ചു. സനയിലെ ജയിലിൽ അവൾ വധശിക്ഷയും കാത്തു ജീവിച്ചു. ഈ സംഭവം പിന്നീട് ഒരു മനുഷ്യാവകാശ പ്രശ്നമായി ഉയർന്നു. ബന്ധുക്കളും പിന്തുണക്കാരും ചേർന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. 2023 നവംബറിൽ യമൻ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ നിമിഷപ്രിയയുടെ അപ്പീൽ തള്ളി. 2024 അമ്മയ്ക്കും ഭർത്താവിനും മകൾക്കും നിമിഷയെ സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. കൊല്ലപ്പെട്ട മഹദിയുടെ കുടുംബവുമായി സംസാരിച്ച് മാപ്പ് നേടാനുള്ള ശ്രമങ്ങളും നടന്നു. ദയാധനം, ബ്ലഡ് മണി നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു. ഇതിനായി ധനം സമാഹരിക്കുകയും യമനിലെ ഇന്ത്യൻ എംബസിയിലേക്ക് കൈമാറുകയും ചെയ്തു. എന്നാൽ മഹദിയുടെ കുടുംബം ഇതുവരെ മാപ്പ് നൽകാൻ തയ്യാറായിട്ടില്ല. 2024 ഡിസംബറിൽ യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലീമി വധശിക്ഷ അംഗീകരിച്ചു. 2025 ജൂലൈ 13 വധശിക്ഷ നടപ്പിലാക്കുമെന്ന് യമൻ സർക്കാർ വ്യക്തമാക്കിയെങ്കിലും അവസാന നിമിഷത്തിൽ ഇടപെടലുകൾ ഫലം കണ്ടു. കേരളത്തിലെ മതപണ്ഡിതനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ ഇടപെടലിനെ തുടർന്ന് 2025 ജൂലൈ 13 നടപ്പിലാക്കാനിരുന്ന വധശിക്ഷ താൽക്കാലികമായി മാറ്റിവെച്ചു. ഇന്ന് നിമിഷപ്രിയയുടെ ഭാവി ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. അന്തിമമോചനം കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബം നൽകുന്ന മാപ്പിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒരു സ്വപ്നയാത്രയായി തുടങ്ങിയ ജീവിതം ഇന്ന് നിയമവും മനുഷ്യാവകാശവും തമ്മിലുള്ള പോരാട്ടമായി മാറിയിരിക്കുകയാണ്. നിമിഷപ്രിയയ്ക്ക് സ്വാതന്ത്ര്യത്തിന്റെ വാതിൽ തുറക്കാൻ കരുണയുള്ള ഹൃദയങ്ങളുണ്ടാകട്ടെ. അവളുടെ യാതനകൾക്ക് അവസാനമാകട്ടെ. അവൾക്ക് വീണ്ടും സ്വദേശത്തേക്ക് തിരിച്ചു വരുവാനാകട്ടെ. തയ്യാറാക്കിയത് റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ.